വിദ്യാഭ്യാസ വകുപ്പിനെതിരായി സിറോ മലബാർ സഭയുടെ വിമർശനങ്ങൾ തള്ളി മന്ത്രി വി ശിവൻകുട്ടി. നിരന്തര വിമർശനങ്ങൾ സഭയുടെ രാഷ്ട്രീയം കൊണ്ടാകാമെന്ന് മന്ത്രി ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. സഭാ പ്രതിനിധികളുമായി എന്തു ചർച്ചയ്ക്കും തയ്യാറെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ സീറോ മലബാർ സഭ മാത്രം ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒന്നുകിൽ അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രശ്നം പരിഹാരം കാണണമെന്നുള്ള താല്പര്യം ഉണ്ടാവില്ല. അവർ വരട്ടെ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളവരെ 1, 2, 3, 4 എന്ന് എഴുതിക്കൊണ്ട് വരട്ടെ. അവരുടെ തിരുമേനിയാറ്റോ അല്ലെങ്കിൽ തിരുമേനിയാറ്റോ ചർച്ച ചെയ്യാം. എൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ വിളിച്ചു സംസാരിക്കാം. അങ്ങനെ പരിഹാരം കാണണമെന്ന് ശ്രമിക്കാം. അങ്ങനെ ഒരു മെമ്മോറണ്ടൊന്നും എന്നെ കൊണ്ട് സീരിയസ് ആയിട്ട് തന്നിട്ട് ചർച്ച ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹാരം കാണണമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ അവർ വരട്ടെ, അതിന് ഞാൻ തയ്യാറാണ്. ഓക്കെ, ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. ലെവിൻ, ഈ സർക്കാർ വാഗ്ദാനങ്ങൾ നൽകിയതല്ലാതെ ഒരു കാര്യങ്ങളും നടപ്പാക്കിയിട്ടില്ല. അതേപോലെ തന്നെ ഈ സമത്വമായി ജീവിക്കാനുള്ളൊരു അവകാശം ഇവിടെ സഭയ്ക്ക് നൽകുന്നില്ല തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് സിറോ മലബാർ സഭ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഈ കേട്ടറ്റ് വിഷയത്തിലടക്കം ദീപിക പത്രം അടക്കം മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ വിമർശനമാണ് സഭയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ വിമർശനങ്ങൾക്കാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ മറുപടി നൽകിയതും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞതും. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ എങ്ങനെ നമ്മൾ വിലയിരുത്തണം? അദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശത്തെ, ചർച്ചയാകാമെന്ന നിർദ്ദേശത്തെ എങ്ങനെയാകും സഭ എടുക്കുക? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ സഭ കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഇടയുള്ള സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മന്ത്രിയുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സഭയും വിദ്യാഭ്യാസ വകുപ്പും അടക്കം ഇടഞ്ഞു നിൽക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ ഈ ഘട്ടത്തിൽ മുന്നിലുണ്ടത് കണക്കാക്കിക്കൊണ്ടാണ് മന്ത്രി ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയത്. ഒന്നാമതായി ഈ കേട്ടറ്റ് വിവാദം, കേട്ടറ്റ് യോഗ്യത നിശ്ചയിച്ചുകൊണ്ട് അധ്യാപകർക്ക് പുതിയ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത് ഒരു വിഷയമായി, പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. രണ്ടാമത് ഭിന്നശേഷി സംവരണവുമായി പ്രശ്നങ്ങൾ, മറ്റൊന്ന് സ്കൂൾ മാനേജ്മെന്റ് സമയക്രമീകരണങ്ങളും യൂണിഫോമുകളും അടക്കമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നിലനിൽക്കെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണവും വിമർശനങ്ങളും ഒക്കെ സഭാ മുഖപത്രങ്ങളിലും മറ്റും പുരോഹിതർ വ്യക്തിപരമായും ഒക്കെ ഈ ഘട്ടങ്ങളിലൊക്കെ നടത്തി വന്നത്. അതിനുള്ള മറുപടി എന്നുള്ള നിലയിൽ പല ഘട്ടങ്ങളിലും വി ശിവൻകുട്ടി ഉറച്ച നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ. ഈ ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പിനെതിരായ സിറോ മലബാർ സഭയുടെ വിമർശനങ്ങൾ മന്ത്രി തള്ളുന്നത്. സഭയുടെ നിരന്തര വിമർശനങ്ങൾ രാഷ്ട്രീയം കൊണ്ടാകാമെന്ന് മന്ത്രി ന്യൂസ് മലയാളത്തിലൂടെ പറയുന്നു. സഭയുമായി സംഘടന എന്നുള്ള നിലയിലും സർക്കാർ എന്നുള്ള നിലയിലും വ്യക്തിപരമായി തർക്കങ്ങളില്ല. പക്ഷേ എന്ത് ചർച്ചയും സർക്കാരുമായും CPM-ഉമായും പ്രത്യേകിച്ച് നടത്താൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ള തുറന്ന നിലപാടുകൾ കൂടി വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും ഈ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കൂടി തയ്യാറാകുകയാണ് മന്ത്രി. അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിലും സംഘടനാ തലത്തിലും സ്വീകരിക്കുന്ന നിലപാടുകളുടെ ഭാഗമായി ഉറച്ചു നിൽക്കാനും ഒരേ സമയം ശ്രമിക്കുന്നു. അതോടൊപ്പം ചർച്ച എന്നുള്ളൊരു വിശാല സാധ്യത കൂടി മന്ത്രിയുടെ വാക്കുകളിലൂടെ തുറന്നിടുക കൂടിയാണ് സേതു. സിറോ മലബാർ സഭ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കടുത്ത വിമർശനം അത് സർക്കാരിന്റെ പല നീക്കങ്ങൾക്കെതിരെയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും ഒക്കെയും ഉന്നയിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പം ദീപിക പത്രത്തിനെ അടക്കം മുൻനിർത്തിക്കൊണ്ടുള്ള വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ സിറോ മലബാർ സഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.